ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും വീടെന്ന സ്വപ്നം ഒരിക്കലും നടക്കില്ലെന്നായിരുന്നു വിമല പ്രദീപ് കരുതിയിരുന്നത്. വീടിനായി സർക്കാർ സംവിധാനങ്ങളെ സമീപിച്ചെങ്കിലും പല തടസ്സങ്ങൾ നേരിട്ടു. അവസാനം മാതൃഭൂമിയും പ്രമുഖ വ്യവസായി കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന എന്റെ വീട് പദ്ധതി വിമലയ്ക്കും കുടുംബത്തിനും അന്തിയുറങ്ങാൻ ഒരിടമൊരുക്കി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർ ജേക്കബ് കുരുവിള വീടിന്റെ താക്കോൽ കൈമാറി. ഇത് സാധിക്കുന്നത് ഈ വലിയൊരു കൂട്ടായ്മയിലൂടെയാണ്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അതിനുള്ള ഫണ്ട്സ് മാറ്റിവെക്കുന്നു. മാതൃഭൂമി അതിനു വേണ്ടിയിട്ട് ഏറ്റവും അർഹിക്കുന്നവർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. പഞ്ചായത്തും അതുപോലെ ഇവിടെയുള്ള നല്ല ജനങ്ങളും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നൽകുന്നു. ആ രീതിയിൽ നല്ലൊരു വീട് ഇവിടെ പൂർത്തിയാക്കി കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചടങ്ങിൽ ഗായകൻ അഫ്സൽ മുഖ്യാതിഥിയായി. കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി എന്ന മനുഷ്യന്റെ കാരുണ്യവും നന്മയുള്ള ചിന്തകളുടെ സൃഷ്ടിയുമാണ് ഈ വീടെന്ന് അഫ്സൽ പറഞ്ഞു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് എൻ്റെ വീട് എന്ന പദ്ധതി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 11ഓളം വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ എൻ്റെ നാട്ടിൽ തോപ്പുംപടി കണ്ണമാലി പോകുന്ന റൂട്ടിലുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇന്നത്തെ വീടിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ എനിക്കിന്നിവിടെ വരാൻ സാധിച്ചു. വളരെ സന്തോഷം. എന്റെ വീട് പദ്ധതിയിൽ സംസ്ഥാനത്ത് 1000 വീടുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വീടൊന്നിന് 4 ലക്ഷം രൂപയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നൽകുന്നത്. ചടങ്ങിൽ ചെല്ലാനം പഞ്ചായത്ത് അംഗം ആൻസി തെരേസ, സ്മൈറ്റ് സൊല്യൂഷൻസ് പ്രതിനിധി KN സിന്ധു, മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് വൈസ് പ്രസിഡന്റ് PV മിനി, റീജിയണൽ മാനേജർ P സിന്ധു എന്നിവർ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.